Once again, welcome to my video blog, AjayTechTips. ഞാൻ Ajay, നിങ്ങളെല്ലാവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് എന്താ പറഞ്ഞപ്പോൾ കുറേ പേർക്ക് സങ്കടമുള്ള ഒരു കാര്യം, കുറേ പേർക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതെന്താണ് കാര്യം, ഏതാണ് കാര്യം നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ അമർത്താൻ, എന്നാലേ ഇങ്ങനത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഈ വീഡിയോയ്ക്ക് ലൈക്കിനേക്കാളും കമൻസിനേക്കാളും കൂടുതലും ഷെയറാണ് ഇവിടെ പറയുന്നത്. ഈ വീഡിയോന്റെ അടിയിൽ നിങ്ങൾ പറയണം VPN വേണോ വേണ്ടയോ, ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട്. അപ്പം VPN, വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്, എന്താണ് VPN എന്ന് ഇതിനു മുമ്പുള്ള എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് VPN ബാൻ ചെയ്യാൻ പോവാണ്. ശരിക്കും അതൊരു മുഴുവൻ ബാനാണോ, അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള കടന്നുകയറ്റാണോ, അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഇനി നിർത്താണെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം സ്കിപ്പ് അടിക്കാതെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മൊത്തം കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ പോവാം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു, അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സെർട്ടും കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം സെർട്ട്, പിന്നെ അതേപോലെ തന്നെ MEITY, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള MEITയും കൂടെയാണ് ഈ ഒരു പ്രപ്പോസൽ വെച്ചത്. VPN ബാൻ ചെയ്യണം, അല്ലെങ്കിൽ VPNൽ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന VPNs യൂസേഴ്സിന്റെ ഇൻഫോർമേഷൻസ് 5 കൊല്ലം സ്റ്റോർ ചെയ്യണം. അപ്പൊ അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് നമുക്ക് പറയാം. എന്താണ് VPN? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതായത് നമ്മുടെ ഒരു യൂസർ നമ്മൾ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്നു, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു കേരള വിഷൻ അല്ലെങ്കിൽ റെയിൽ വയർ, അതാണ് ISP. അവിടുന്ന് നേരെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഏത് സൈറ്റിലേക്കാണ്, ഗൂഗിളാണ്, ഫേസ്ബുക്കാണ്, യൂട്യൂബാണ്, ആ സൈറ്റിലേക്ക് പോകുന്നു. ഇതാണ് ഒരു നോർമൽ ബ്രൗസിങ്. പക്ഷേ ഒരു VPN സെർവറിന്റെ വെച്ചിട്ടാണ് നമ്മൾ ബ്രൗസ് ചെയ്യണമെങ്കിൽ, നമ്മൾ youtube.com എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഇൻഫോർമേഷൻസ് നമ്മുടെ ISPയിലേക്ക് പോകും. അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു VPNലേക്കാണ് കണക്ട് ആവുക. അപ്പൊ നമ്മുടെ ISPയിൽ നമ്മളൊരു VPNൽ കയറിയായിട്ടില്ലേ, പല VPNs ഉണ്ട്. അതിൽ ആ VPN പെയ്ഡ് ഉണ്ട്, ഫ്രീ ഉണ്ട്. അതിന്റെ ഗുണവും ദോഷവും ഞാൻ പറഞ്ഞുതരാം. ആ VPN സെർവറിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് പോകുന്നത്. അപ്പം ആ സെർവർ കൊടുക്കുന്ന നമ്മുടെ ഇൻഫോർമേഷൻ ചിലപ്പോൾ നമ്മൾ അമേരിക്കയിലോ അല്ലെങ്കിൽ ബെൽജിയത്തിലോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ ഉഗാണ്ടയിലോ ആയിരിക്കുന്നതാണ് കാണിക്കുക, ഇന്ത്യയിലാണെന്ന് കാണിക്കില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വാളിന്റെ ബാക്കിൽ ഇരുന്ന് ഹൈഡ് ആയിട്ട് ചെയ്യണ പോലെ നമുക്ക് ബ്രൗസ് ചെയ്യാൻ പറ്റും. ഈ VPN പണ്ട് അഡൽട്ട് സൈറ്റുകൾ ബാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പലവരും എന്നോട് ചോദിച്ചു, അഡൽട്ട് സൈറ്റ് ബാൻ ചെയ്തു. ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ VPN യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. കാരണം ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുള്ള പല സൈറ്റുകളിലേക്കും ഈ VPN ത്രൂ ബ്രൗസ് ചെയ്യാൻ പറ്റിയിരുന്നു. ഇനിയും പറ്റും, നമ്മുടെ പെയ്ഡ് VPN യൂസ് ചെയ്യാനൊക്കെ ഇനിയും പറ്റും. പക്ഷെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ പേര്, അത് പേരെന്ന് പറയുമ്പോൾ നമ്മൾ ആധാർ കാർഡ് കൊടുത്തിട്ട് ISPന്ന് എടുക്കണ ആധാർ കാർഡ് ഉണ്ടല്ലോ, ആ ഡീറ്റെയിൽസ് വേണം അവർക്ക്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ID, പിന്നെ നമ്മുടെ സിസ്റ്റത്തിന്റെ IP അഡ്രസ്സ്, പിന്നെ നമുക്ക് നെറ്റ് സർവീസ് പ്രൊവൈഡർ തരുന്ന IP അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങളും ഡീറ്റെയിൽസും എന്ത് ചെയ്യണം, VPN കമ്പനീസ് സ്റ്റോർ ചെയ്ത് വെച്ച് നമ്മൾ ഏതൊക്കെ സൈറ്റിലേക്കാണ് അവിടുന്ന് പോയത് അതും ആർക്ക് കൊടുക്കണം, സെർട്ടിനും അല്ലെങ്കിൽ ഗവൺമെന്റ് ബോഡീസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കണം. അപ്പൊ പിന്നെ VPN എടുത്തിട്ട് കാര്യമുണ്ടോ? പക്ഷെ VPN എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അനോണിമസ് ബ്രൗസിങ്ങിന് വേണ്ടി മാത്രമല്ല. നമ്മളിപ്പോ ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ യൂട്യൂബിൽ നോർമൽ നെറ്റ് വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പൊ മോളോട് പറയും എനിക്ക് ഇന്ന സിനിമ കാണണം, ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും യൂട്യൂബിൽ അത് നോട്ടിഫിക്കേഷൻ വരും. കാരണം എന്താ, നമ്മുടെ ഡീറ്റെയിൽസ് ഗൂഗിള് അതേപോലത്തെ കമ്പനീസ് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യണ ആ ഡീറ്റെയിൽസ് നമ്മൾ ഫേസ്ബുക്കിൽ പരസ്യം വരുന്ന കണ്ടിട്ടില്ല. അപ്പൊ അതേപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്.
അപ്പൊ അത് വരാതിരിക്കാൻ ഞാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് VPN, സെക്യൂർഡ് ബ്രൗസിംഗ്. കാരണം ഗൂഗിൾ പേ പോലത്തെ പേയ്മെന്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരു VPN സെർവറിന്റെ ബാക്കിലാണ് നമ്മൾ നിൽക്കുന്നത് വെച്ചാൽ നമ്മൾ സെക്യൂർഡ് ആയിരിക്കും. അത് ഫ്രീ VPN ആവരുത്. പെയ്ഡ് VPN ആണെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ സെക്യൂരിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല കാര്യമാണ്. പക്ഷെ ഇവിടെയാണ് ക്രിമിനൽസ് എന്താ ചെയ്യണത്? അവരും അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഈ അടുത്ത് EBULLJETനെ കുറിച്ച് കുറെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അതിന് താഴെ കുറെ കമന്റ്സ് വന്നു, ഫേക്ക് മെയിൽ IDs എന്ന്. ഞാൻ സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. ഞാൻ അതിന്റെ പിന്നാലെ പോയി നോക്കുമ്പോൾ ഇതേപോലെ VPN അവിടെ വെച്ച് എൻഡ് ചെയ്തു. ഇത് നല്ലൊരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് അവരുടെ VPN സെർവറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. ഫ്രീ VPN ഒക്കെ ആണെങ്കിൽ ഈ പിള്ളേർ ഫ്രീ VPN ഒക്കെ യൂസ് ചെയ്യുള്ളൂ, പെയ്ഡ് ഒന്നും യൂസ് ചെയ്യില്ല. നമുക്ക് കിട്ടണം. പിന്നെ ആ ലെവലിലേക്ക് പോയിട്ട് അപ്പൊ ഗവൺമെന്റ് ഇതിപ്പോ ഒരു നിസാര EBULLJETന്റെ ഇഷ്യൂ മാത്രമാണ് അവിടെ വന്നിട്ടുള്ളത്. പക്ഷെ EBULLJET ഫാൻസിന്റെ, EBULLJETനെ ഞാൻ ഇവിടെ പറയുന്നില്ല, EBULLJET ഫാൻസ് ആണ് എന്നെ അത്രയ്ക്കും മോശമായ ബാഡ് വേർഡ്സിൽ കമന്റ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ കാണായിരുന്നു. ഞാൻ കമന്റ് റിമൂവ് ചെയ്യാൻ തന്നെ നിൽക്കും. എനിക്ക് അങ്ങനെ ബാഡ് കമന്റ്സ് എന്റെ വീഡിയോന്റെ അടിയിൽ ഇരിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ റിമൂവ് ചെയ്യും. അവര് ടൈപ്പ് ചെയ്ത് അവർക്കൊരു മനസ്സുഖം, റിമൂവ് ചെയ്യണത് എനിക്കൊരു മനസ്സുഖം, അത്രേ ഉള്ളൂ. കുറച്ച് നേരം ആ കമന്റ് അവിടെ കിടക്കും. പക്ഷെ ഇതിന്റെ പിന്നാലെ പോകുമ്പോൾ അവിടെ ഒരു വോൾ എനിക്ക് വരികയാണ്. ഇപ്പൊ പല കാര്യങ്ങൾക്കും ക്രിമിനൽ സൈബർ അറ്റാക്സിന് ഇങ്ങനെ ഒരു വോള് വരുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റ് അത് എന്ത് ചെയ്യാണ്? ബാൻ ചെയ്യാണ്. ഇനി പൊളിറ്റിക്സിൽ പറയുമ്പോൾ ഒരു പാർട്ടി മറ്റേ പാർട്ടീനെ കരിവാരി തേക്കാനും, കേരളത്തിനെയും കേന്ദ്രത്തിനെയും അങ്ങനെയുള്ള UPനെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കുമ്പോൾ ഇനി അത് നടക്കില്ല. കാരണം ഒരാള് പരാതി കൊടുത്തു കഴിഞ്ഞാൽ സൈബർ സെല്ലിന് ഇനി ധൈര്യമായിട്ട് VPN പ്രൊവൈഡേഴ്സിനോട് ഡാറ്റ ചോദിക്കാം. ഇനി ഇതിന്റെ മറുവശം, ഇപ്പൊ ഫ്രീ VPN ഇനി ഉണ്ടാവില്ല എന്നാണ് എന്റെ AjayTechTipsന്റെ ഇൻസ്റ്റിങ്ക്റ്റ്. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതായിട്ടില്ല. കാരണം ഇതിനു മുമ്പ് ഞാൻ ടിക്ടോക്ക് ബാൻ ചെയ്യുന്നതിന് ഒരു കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞ വീഡിയോസ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഗാലറിയിൽ കാണാം. അതേപോലെ ഇതെന്താ കാരണം വെച്ചാല് ഇപ്പം ഒരു VPN പറയുന്നത് നോ ലോക്ക് സർവീസ് എന്നാണ് അവരെല്ലാ ഇതിലും പറയുന്നത്. പെയ്ഡ് VPN ആയാലും ഫ്രീ VPN ആയാലും. പക്ഷെ ഇനി അത് പോകും. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ ഇത്രയും കാലം അവര് സെർവേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തില്ലേ. ഇപ്പൊ ഞാൻ ഒരു ദിവസം ഒരു 10 വെബ്സൈറ്റിലേക്ക് കയറിയാൽ 1000 വെബ്സൈറ്റിലെങ്കിലും കയറാതിരിക്കില്ല. എനിക്കൊരു ചെറിയൊരു ശ്വാസം മുട്ടുണ്ടേ, അതുകൊണ്ടാണ്. ഈ 1000 വെബ്സൈറ്റിന്റെയും ലോഗ് അവര് സൂക്ഷിക്കണം. ഞാനെന്നൊരു വ്യക്തി മാത്രമല്ല യൂസ് ചെയ്യുന്നത്, ലക്ഷക്കണക്കിന് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ആവുമ്പോൾ ഹൈ എൻഡ് സെർവർ ഫാം അവർക്ക് വേണം. അങ്ങനെ ഫാം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇനിയും ക്യാഷ് കൂടും. അപ്പം ഇപ്പൊ നമ്മൾ VPN റെന്റിന് എടുത്തിരിക്കുന്ന ഒരു 1000 റുപ്പീസിനാണെങ്കിൽ അതൊരു 2000 3000 ആവും. അപ്പൊ തന്നെ ഈ ഫ്രീ VPN എന്നുള്ള കൺസെപ്റ്റ് അവിടെ പോവും. ഇതാണ് ഞാൻ പറഞ്ഞത്, VPN ഇന്ത്യയിൽ ബാൻ ആവും എന്നുള്ളത്. അപ്പൊ അധികം പേരും യൂസ് ചെയ്യുന്നത് ഫ്രീ VPN ആണ്. നമ്മളെ പോലെ കുറച്ച് പ്രൊഫഷണൽസ് മാത്രമേ പെയ്ഡ് VPNs യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ പെയ്ഡ് VPN യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഇനി കൂടുതൽ ചാർജ് കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയാണ്. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ VPN പറയുമ്പം ശരിക്കും നമുക്കൊരു നോ ലോക്ക് പോളിസി വേണ്ടതാണ്. അത് ഇവിടെ പ്രൈവസി ഇല്ല. ഇപ്പൊ VPN വേണോ വേണ്ടയോ എന്നുള്ള കാര്യം ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാറുണ്ട്. ഒരു കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം അവിടെ രേഖപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, VPN ഫ്രീ VPN ഇനി നമുക്കിടയിൽ ഉണ്ടാവില്ല. പെയ്ഡ് VPN ഉണ്ടാവും, ഒരു പ്രീമിയം സർവീസ് എന്നുള്ള പോലെ. അത് നമ്മൾ എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാണ്. അതായത് VPN യൂസ് ചെയ്തിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ഇപ്പം പോണോഗ്രാഫി വീഡിയോസ്, അതേപോലെ തന്നെ മൂവി ഡൗൺലോഡ് ചെയ്യുന്നത്, അതേപോലെ പോസ്കോ കേസസ്, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെടും. കാരണം നിങ്ങൾ VPN എടുത്താലും നോർമൽ ബ്രൗസിംഗ് ആയാലും എന്ത് ചെയ്യും? നിങ്ങളുടെ ഡാറ്റ അവിടെ കിടക്കും. പിന്നെന്താണ്, ഈ VPN യൂസ് ചെയ്തിട്ട് നിങ്ങൾ വേറെ ഇന്ത്യയിൽ ബാൻ ചെയ്ത സൈറ്റുകൾ, ഗെയിം കളിക്കുന്ന ആൾക്കാർ, ഇപ്പൊ PUBG കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഇന്ത്യയിൽ ബാൻ ചെയ്ത ഗെയിമാണ്, ചിലപ്പോൾ നിങ്ങൾ അകത്ത് പോകും. ഈ ഒരു ഇൻഫോർമേഷനും കൂടെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്.